ഉയർന്ന ശമ്പളത്തോടുകൂടി മെഡിക്കൽ IT രംഗത്ത് ജോലി നേടിയാലോ? ഇത് മെഡിക്കൽ സ്ക്രൈബിംഗിന്റെ കാലം. മറക്കണ്ട, ലൂമിനിസ്. ഞാൻ പലയിടത്ത് പറഞ്ഞിട്ടുണ്ട്, എന്നാലും പറയാണ്. എനിക്ക് ശരിക്കും സെക്കൻഡ് നെയിം ഉണ്ടായിരുന്നില്ല സ്കൂളിൽ ചേർക്കുമ്പോൾ. അപ്പൊ ഞാൻ എന്ത് ചെയ്യുമെന്ന് ചെയ്യുന്നപ്പോൾ എനിക്കൊന്ന് മൈത്രയും തന്നെ തമാശയ്ക്ക് ഇങ്ങനെ കുസൃതി നിട്ടോടി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞു. അത് എൻ്റെ സ്വഭാവമായിട്ട് കുറച്ചൊരു ചേർച്ചയുണ്ട്. നോളജ് എന്ന് പറയുമ്പോൾ എന്താ മനസ്സിൽ വരുന്നത്? ഞാൻ എല്ലാം നോക്കും. ഇങ്ങനെ പോയ എവിടെ വരെ പോകുന്നില്ല അറിയില്ല. ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ടായിരുന്നു ഗ്രേസ്. അതിനകത്ത് എനിക്ക് തോന്നുന്നു ഗ്രേസിന്റെ കുട്ടിക്കാലം അവതരിപ്പിച്ച ഒരു കൊച്ചിന് ഒരു ബർഗറൊക്കെ തിന്നുന്ന ഒരു കൊച്ചുണ്ട്. ഈ കൊച്ചിന്റെ കംപ്ലീറ്റ് ആറ്റിറ്റ്യൂഡും കൊച്ചു അഭിനയിക്കുന്നൊക്കെ കാണുമ്പോൾ ഗ്രേസിന്റെ മാനറിസവും കാര്യങ്ങളും കുറച്ച് അതിനകത്ത് വന്നിട്ടുണ്ട്. അതാ കൊച്ചിനെ അങ്ങനെ പറഞ്ഞു പഠിപ്പിച്ചേക്കണതായിരുന്നോ? ഇല്ല, അവളെന്റെ അനിയത്തിയാ. അനിയത്തിയാണോ? തിരുത്താനി ഒരിക്കലും മരം ചുറ്റി പ്രേമത്തിൽ മരഞ്ചുറ്റി പ്രേമം നടത്തുകയാണെങ്കിൽ ആ മരം അവിടെ നിന്ന് മരിക്കും. പറ്റുന്നില്ല, ചോന്നു. കൊമേഴ്ഷ്യൽ പടങ്ങളിലോ അങ്ങനത്തെ രീതിയിൽ ഒരു ഭയങ്കര ബോൾഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് കൂടുതലും ചെയ്ത് കണ്ടിട്ടുണ്ട്. അല്ല, അങ്ങനെയല്ല. അതായത് ഇപ്പൊ ബിരിയാണി പോലെയുള്ള സിനിമകൾ ഇപ്പൊ ലാസ്റ്റ് ചെയ്ത സിനിമ ഞാൻ കണ്ടിട്ടില്ല, അത് കണ്ടിട്ടില്ല. അല്ല, ബിരിയാണി മാത്രല്ല ഇപ്പൊ പറഞ്ഞു തന്നെ ഒരെണ്ണം, അതല്ലാതെ ഏതാ പറയുന്നത് ചോദിച്ചാൽ നമ്മൾ ഇതൊന്നും ചെയ്യണ ഇഷ്ടപ്പെടാഞ്ഞിട്ടാണോ ഇനി അതിൽ വരണം എന്ന് പറയുന്നത്? അല്ല, ഒരിക്കലും എന്ന് പറയുമ്പോൾ സോൾട്ടാൻ പെപ്പർ പോലെയുള്ള സിനിമകൾ എന്ന് പറയുമ്പോൾ എത്ര സിനിമകൾ അങ്ങനെ വന്നിട്ടുണ്ടെന്ന് എനിക്ക് അറിയില്ല. കണ്ടിട്ടുണ്ടോ? ഞാൻ കാര്യമായിട്ട് ചോദിച്ചതാ. അങ്ങോട്ട് ചോദിക്കാം, പറയൂ. സ്ത്രീകളുടെ കഥാപാത്രം അധികം ഇപ്പൊ ഇല്ലേ എന്നൊക്കെ എന്തോ ഒരു സംസാരം ഉണ്ടായതിന്റെ ഭാഗമായിട്ട് ചോദിക്കും. ഞാൻ സ്ത്രീകളുടെ കഥാപാത്രം മാത്രമല്ല, എല്ലാ ഏജ് ഗ്രൂപ്പ് തന്നെ വരാറില്ല. ബിഹൈൻഡ് വുഡ്സിന്റെ എല്ലാ വ്യൂവേഴ്സിനും നമസ്കാരം. നമ്മൾ ഇന്നൊരു പുതിയ സിനിമാ വിശേഷങ്ങളുമായി വന്നിരിക്കുകയാണ്. സിനിമാ വിശേഷമല്ല, ഒരു സീരീസിന്റെ വിശേഷങ്ങളുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുകയാണ്. നാഗേന്ദ്രൻസ് ഹണിമൂൺ എന്ന് പറയുന്ന ഹോട്ട്സ്റ്റാർ റിലീസാകാൻ പോകുന്ന സീരീസിന്റെ 2 ഇമ്പോർട്ടന്റ് ക്യാരക്ടേഴ്സ് ചെയ്ത 2 പേര് നമ്മുടെ ഒപ്പം ഉണ്ട്. കനി കുസൃതി ആൻഡ് ഗ്രേസ് ആന്റണി. ഹൈ, വെൽക്കം ടു ദി ഷോ. താങ്ക് യു. 2 പേരും നല്ല അടിപൊളിയായിട്ടുണ്ട്. ഒരാള് തലയിൽ പൂച്ചതിന് മറ്റൊരാളുടെ ദേഹത്ത് മൊത്തം പൂക്കളാണ്. എന്താണ്? ഇലകളും ഉണ്ട്. ഓക്കെ, അതായത് ഇപ്പോൾ റീസെന്റ് ആയിട്ട് ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഇപ്പോൾ നമുക്കിപ്പോൾ ഫെഫ്കയുടെ ഒരു തീരുമാനം ഉണ്ടായിരുന്നു ഇപ്പോൾ അടുത്ത്. അതായത് ഓൺലൈൻ മീഡിയാസ് മാധ്യമങ്ങൾ കൊടുക്കുന്ന സമയത്ത് ഒരുപാട് പേര് ഒരു മൊബൈൽ ഫോണായിട്ട് നടന്നുകൊണ്ട് ഒരു ഓൺലൈൻ മീഡിയ എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ കുറേ ഇഷ്യൂസ് റീസെൻ്റ് ആയിട്ട് നടന്ന കാരണം, കുറേ ക്വസ്റ്റ്യൻസ് കാരണവും സംഭവങ്ങളൊക്കെ കാരണം ഒന്ന് റെഗുലേറ്റ് ചെയ്തിട്ടുണ്ട്. അവർ എല്ലാവർക്കും ഇൻ്റർവ്യൂ കൊടുക്കാത്ത ഒരു സാഹചര്യത്തിലേക്ക് വന്നിട്ടുണ്ട്. സോ നിങ്ങൾക്ക് വന്നിരിക്കുന്ന സമയത്തുള്ള ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് എന്താണ്? നല്ലൊരു ചോദ്യം. അല്ല, ഞാൻ അതിനകത്തോട്ടും കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ കാരണം വേറെ ഒരു സംഭവം എന്ന് പറയുന്നത് സിനിമയുടെ പ്രൊമോഷൻ്റെ കൂടിപ്പോയ ഒരു 5 മിനിറ്റ് ചിലപ്പോൾ സിനിമയെ പറ്റിയിട്ട് പറയാൻ നിങ്ങൾക്കും അനുവാദം ഉണ്ടാവുള്ളൂ, അല്ലെ? കൂടുതലായിട്ടൊന്നും റിവീൽ ചെയ്യാനുള്ള ഒരു അനുവാദം ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വന്നിരിക്കുമ്പോൾ ആസ് ആൻ ആർട്ടിസ്റ്റ്, ആസ് എ സെലിബ്രിറ്റി ഇവിടെ വന്നിരിക്കുമ്പോൾ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് എന്താണ് ഈ ഓൺലൈൻ മീഡിയാസിന് മുമ്പിൽ വന്നിരിക്കുമ്പോൾ? എനിക്ക് പലപ്പോഴും ഈ പേഴ്സണൽ കാര്യങ്ങൾ ചോദിക്കുന്നത് ഒരു കാര്യമില്ല, പക്ഷെ ആളുകൾ അതാണ് ചോദിക്കുന്നത്. ഇന്റർവ്യൂകൾ കാണുമ്പോഴും ആളുകൾ അതിനാണ് ഇൻട്രസ്റ്റ് എന്ന് എനിക്ക് തോന്നാറുണ്ട്. കേൾക്കുന്നവർക്കാണ് ഇനി അത് ഇൻട്രസ്റ്റ് ആണോ ഇവർ ചെയ്യുന്നത്, ഇവർക്ക് ഇൻട്രസ്റ്റ് ആണോ അത് ചെയ്യുന്നത് എനിക്കറിയില്ല. പക്ഷേ ഇപ്പോൾ ഈ ഒരു സീരീസിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിനിമയുടെ ഒക്കെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് വരുമ്പോൾ ശരിയാണ്, അതിൻ്റെ കഥ നമുക്ക് മുഴുവൻ പറയാൻ പറ്റില്ലായിരിക്കും. പക്ഷേ ഒരു ആർട്ടിസ്റ്റിന് അവരുടേതായിട്ടുള്ള ഒരുപാട് ജേർണിയും വേറെ അവരുടെ ഒരു യാത്ര ഉണ്ടല്ലോ ഇതിൽ. അവർ അതിന് പ്രിപ്പയർ ചെയ്യുന്നത്, ചോദിക്കാവുന്ന ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ട് ശരിക്കും വേണമെങ്കിൽ. അത് വലിച്ചു നീട്ടി ചോദിക്കേണ്ട, പക്ഷെ ആ റെലവെന്റ് ആയിട്ടുള്ള ആ ഒരു ഇപ്പം ഇന്റർവ്യൂ ചെയ്യാൻ വരുന്ന ആൾക്കാരാണെങ്കിലും അവരെ ഈ പർട്ടിക്കുലർ ആർട്ടിസ്റ്റ് ചെയ്ത കാര്യങ്ങളും അനുബന്ധിച്ച് ചോദിക്കാം. അവരെങ്ങനെയൊക്കെയാണ് ഓരോന്നിനും അപ്രോച്ച് ചെയ്യുന്നതെന്നും ഒക്കെ ചോദിക്കാവുന്ന ചോദ്യങ്ങൾ വേണമെങ്കിൽ ഉണ്ട്. പക്ഷെ അതിനേക്കാളൊക്കെ ഇമ്പോർട്ടൻസ് ഇങ്ങനെ വളരെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാനും അതിനകത്തുള്ള ഒരു ഇന്റഗ്രിറ്റി ഇല്ലാത്ത പോലെ തോന്നും. അതുകൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞ് നമുക്ക് മടുക്കും, നമുക്ക് മനസ്സിന് അങ്ങനെ ഒരു പുതിയൊരു ചെയ്തായിട്ട് തോന്നില്ല. അപ്പോൾ വന്നിരിക്കുമ്പോഴുള്ള ബുദ്ധിമുട്ട് വെച്ചാൽ ഒന്നും ഇവിടെ നിന്ന് കൊണ്ടുപോകാനും ഇല്ല, നമ്മൾക്കൊന്നും കൊടുത്തതുമില്ല. അപ്പം നമുക്കൊരു ടൈം വേസ്റ്റ് ആയ പോലെ ചില സമയത്ത് തോന്നും. അതാണ് എൻ്റെ ഇത്. എനിക്ക് അങ്ങനെ ഒരുപാട് ഇന്റർവ്യൂ കൊടുക്കാത്ത ഒരാളാണ് ഞാൻ. താല്പര്യമില്ല ഇൻ ദ സെൻസ്, കനി പറഞ്ഞ സെയിം സംഭവം. നമ്മളത് കൊടുക്കുന്നത് കൊണ്ട് എന്താണ് നമുക്ക് കിട്ടുന്നത്? നമ്മൾ നമ്മുടെ സമയം ഒരു അരമണിക്കൂർ ഇരുന്ന് കൊടുക്കുമ്പോൾ നമുക്ക് എന്താണ്, ഒന്നുകിൽ ഒരു ഇൻഫോർമേറ്റീവ് ആയിരിക്കണം, അല്ലെങ്കിൽ
ആൾക്കാർക്ക് കാണുമ്പം ഒരു രസമുള്ള എന്തെങ്കിലും സംഭവമായിരിക്കണം. വെറുതെ ചൊറിയുന്ന എന്ത് ചോദിച്ചിട്ടും ഒരു കാര്യമില്ല. ഒരു ആങ്കർ എന്ന് പറയുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നത് ആ മുന്നിലിരിക്കുന്ന ആളെ സ്റ്റഡി ചെയ്തിട്ട് വേണം വന്നിരിക്കാൻ. ചുമ്മാ വന്നിരുന്നിട്ട് ഒരു കാര്യമില്ല. ഇപ്പം ആസ് എൻ ആർട്ടിസ്റ്റ് ഞാനൊരു ക്യാരക്ടർ ചെയ്യുമ്പോൾ ആ ക്യാരക്ടറിനെ പഠിച്ചിട്ടാണ് ഞാനത് ചെയ്യുന്നത്. അങ്ങനെ പഠിച്ചിട്ട് ചെയ്താൽ മാത്രമേ എനിക്ക് ആ ജോലിയിൽ നിലനിൽപ്പുള്ളൂ. അല്ലാതെ ഞാൻ പഠിക്കാതെ വെറുതെ വന്ന് അതും ഇതും കാണിച്ച് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ആ ഒരു പരിപാടി കൊണ്ട് അവിടെ തീരും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പം നമ്മളൊരു ആങ്കർ വന്നിരിക്കുമ്പം ആ ഇരിക്കുന്ന ആരാണ്. ഇപ്പോൾ കുറച്ച് മുമ്പ് തന്നെ നമുക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടായി, അതെന്താണെന്ന് പറയുന്നില്ല. പക്ഷെ ചോദിക്കുന്ന ചോദ്യങ്ങൾ ചില സമയത്ത് നമുക്ക് അസ്ഥാനത്തായി പോകും. അപ്പോൾ നമുക്കിത് റിപ്ലൈ കൊടുക്കണോ അതോ ഇത് ഓക്വേർഡ് സിറ്റുവേഷനും ആണ്. ചിലർ ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്യും. അതാണ് ഈ പറഞ്ഞ പോലെ വൈറലായി പോവുകയും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ബെറ്റർ ഞാൻ വിശ്വസിക്കുന്നത് കൊടുക്കാതിരിക്കുക. ഇന്റർവ്യൂ കൊടുക്കുക ഇൻ ദ സെൻസ് പ്രൊമോഷനൊക്കെ വരുമ്പോൾ ഡെഫിനറ്റ്ലി നമ്മൾ ഇൻ്റർവ്യൂ കൊടുക്കണം. അത് നമ്മുടെ ജോലിയുടെ ഭാഗമാണ്. നമ്മൾ ചെയ്യുന്ന പടത്തിനെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് ഇൻ്റർവ്യൂകൾ കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തം. പക്ഷെ അതൊരു പരിധിയുണ്ട്. നമ്മുടെ പേഴ്സണൽ ലൈഫിലേക്ക് കയറുന്നതിനും തിരിച്ച് ഞാൻ ചോദിക്കുകയാണ്, ഇതേപോലെ തന്നെ ആ ആങ്കറിനെ നമ്മൾ പേഴ്സണലായിട്ട് ഒരാളോട് നമ്മൾ പേഴ്സണലായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അവർക്ക് ഹേർട്ട് ആവില്ലേ, അവർക്ക് പറയാൻ താല്പര്യം ഉണ്ടാവില്ല ചിലപ്പോൾ. അപ്പോൾ നമ്മൾ ചൊറിഞ്ഞുകൊണ്ടിരിക്കാൻ നേരത്ത് ബുദ്ധിമുട്ടുകളുണ്ടാവും. എപ്പോഴും മുന്നിരിക്കുന്ന ആൾ റിപ്ലൈ കൊടുക്കുക എന്ന് പറയുന്നത് അത് ചെയ്തേ പറ്റൂ എന്നുള്ളൊരു കൺസെപ്റ്റാണ്. അതിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ബെറ്റർ ഞാൻ പ്രേക്ഷകരായിട്ട് ഡയറക്റ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു വിശേഷങ്ങളൊക്കെ പറയാനുള്ള ഒരു അവസരം ഭയങ്കര രസമാണ്. വിശേഷങ്ങൾ നമ്മൾ തമാശ രീതിയിൽ പറയുന്നു, നല്ല നല്ല കോൺവെർസേഷൻ സംഭവിക്കുന്നു, അതെല്ലാം രസമാണ്. പക്ഷെ എന്റെ ചോദ്യം അപ്പോഴും അതല്ല, എന്തുകൊണ്ട് ഈ കണ്ടന്റുകൾ വൈറലാവുന്നു, അത് മാത്രം എടുത്ത് എന്തുകൊണ്ട് ആ ചോദ്യങ്ങൾ ചോദിക്കുന്നു. അപ്പോൾ ദേ നോ ദാറ്റ് ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് വൈറലാകും എന്നറിയാം അല്ലേ. അപ്പോൾ അത് ചോദിക്കാൻ നേരത്തെ അവർക്ക് കണ്ടന്റ്സ് ഉണ്ടാക്കുക, വൈറലാക്കുക എന്നുള്ളത് മാത്രമേ ഒരു സംഭവമുള്ളൂ. എപ്പോഴും അടി നടക്കുമ്പോഴാണല്ലോ നമ്മൾ അപ്പുറത്തെ വീട്ടിലേക്ക് നോക്കുന്നത്, അല്ലെങ്കിൽ ആ വീട്ടിൽ എന്ത് സംഭവിച്ചാലും നമ്മൾ അറിയത്തില്ല. ഇതിന്റെ തന്നെ ചിലപ്പോൾ കണ്ടന്റ് വരും, രൂക്ഷമായി പെരുമാറിയ ആങ്കറിനോട് ഗ്രേസ് ആന്റണി പറഞ്ഞത് നോക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ വരും. അങ്ങനെയൊക്കെ ഞാൻ എപ്പോഴും ഭയങ്കര ഹാപ്പി ആയിട്ട് ഇരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പൊ എനിക്ക് അങ്ങനത്തെ വൈബ് എനിക്ക് ഇഷ്ടമുള്ളൂ. അങ്ങനത്തെ വൈബിൽ ഇരിക്കാൻ എനിക്ക് ഇഷ്ടം. ശരി, അപ്പോൾ നമുക്ക് നാഗേന്ദ്രൻസ് ഹണിമൂൺ എന്ന് പറയുമ്പോൾ വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു പേര്. ട്രെയിലർ കണ്ടപ്പോഴും ഒരു ഹ്യൂമറിന് സാധ്യതയുള്ള ഒരു വലിയൊരു സബ്ജക്റ്റ് ആയിട്ട് തോന്നി. അതായത് കല്യാണം കഴിക്കാൻ വിദേശത്ത് പോകാൻ വേണ്ടി കല്യാണം കഴിക്കുന്ന ഒരാളുടെ കഥ, ആ ഡൗറി വെച്ചിട്ട് അങ്ങനെ സംതിങ് ലൈക്ക് ദാറ്റ്. ഐ ഫെൽറ്റ് അങ്ങനെയാണെന്ന് എനിക്ക് തോന്നി. എനിക്ക് അറിഞ്ഞുകൂടാ എന്താണ് നാഗേന്ദ്രൻസ് ഹണിമൂൺ. എവിടെ നിന്ന് തുടങ്ങണം? ഗ്രേസ് നിന്ന് തുടങ്ങാം. യെസ്, നാഗേന്ദ്രൻ ഹണിമൂൺ പേര് പോലെ തന്നെ നിങ്ങൾ കണ്ട ആ ഒരു പരിപാടി തന്നെയാണ്. സിനിമ ആകുമ്പോഴത്തേക്ക് ഒരു 2.5 മണിക്കൂർ തീരുന്നു. സീരീസിലേക്ക് നമ്മൾ കുറച്ചൊരു 6 എപ്പിസോഡാക്കി എടുക്കുന്നു എന്നുള്ളതാണ് മെയിൻ ഹൈലൈറ്റ്. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഒരു സീരീസ് ചെയ്യുന്നത്. അനി മുന്നേ ചെയ്തിട്ടുണ്ട്, ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. ഇതിൽ സെക്കൻഡ് എപ്പിസോഡിൽ വരുന്നൊരു ക്യാരക്ടറാണ് എൻ്റെത്. ഓരോ എപ്പിസോഡിലും ഓരോ ക്യാരക്ടേഴ്സാണ് വന്നു പോകുന്നത്. സുരാജേട്ടൻ മെയിനായിട്ട് അതിനകത്ത് എല്ലാ എപ്പിസോഡ്സിലും. 1 Life 5 Eyes എന്ന് പറയുമ്പോൾ 5 എപ്പിസോഡ്സ് ആണ്. അല്ല, 6 എപ്പിസോഡ്സ്. അപ്പോൾ ഒരാൾ സസ്പെൻസ് ആയിട്ട് ഇരിപ്പുണ്ട്. ചിലപ്പോൾ ക്ലൈമാക്സ് ആയിരിക്കും, അറിയില്ല. ഒരാളാണെന്ന് അറിയില്ലല്ലോ. അതെ, എന്തായാലും 5 ഉണ്ട്. ഇനിയിപ്പോ ബാക്കി കൂടെ പാഞ്ചാലനായാലും. അപ്പൊ അങ്ങനെ നാഗേന്ദ്രന്റെ ലൈഫിലൂടെ കടന്നു പോകുന്ന കുറച്ച് സ്ത്രീ കഥാപാത്രങ്ങൾ, എല്ലാരെയും പോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ തന്നെയാണ് ഞാൻ പ്ലേ ചെയ്യുന്ന ക്യാരക്ടർ, ലില്ലിക്കുട്ടി എന്ന് പറഞ്ഞിട്ട്. ലില്ലിക്കുട്ടി അതത്രേ ഇപ്പൊ പറയാൻ പറ്റുള്ളൂ, അതാണ് ഏറ്റവും വലിയ കുഴപ്പം. ഇത് 1978 കാലഘട്ടത്തിൽ നടക്കുന്ന ഒരു സിനിമയാണെന്ന് തോന്നുന്നു. സോ കനിയുടെ സീരീസ്. നമ്മൾ സിനിമയുടെ പ്രൊമോഷൻസ് ചെയ്ത് ഞാനും ഇനി പറയും സിനിമ എന്ന് പറയുന്നു. ഓക്കെ, ശരി. കനി കുസൃതിയുടെ ആ ഒരു ക്യാരക്ടർ എങ്ങനെയാണത്? എൻ്റെ ക്യാരക്ടറിന്റെ പേര് തങ്കം എന്നാണ്. അവർ കുട്ടനാട് ഭാഗത്തുള്ള ആ ഒരു ഇതിനകത്ത് പല പല ടെറൈൻ, പല പല പ്രദേശങ്ങൾ വന്നു പോകുന്നുണ്ട്. അപ്പോൾ എൻ്റെ ക്യാരക്ടർ വരുന്ന കുട്ടനാട് ഭാഗത്ത് ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആ ഒരു എന്താ പറയുക വെള്ളക്കെട്ടും തോണിയും അങ്ങനെയൊക്കെ ഉള്ള ഒരു ചുറ്റുപാടിൽ നിന്നുള്ള ഒരു കഥാപാത്രമാണ്. എന്താണ് ഇതുപോലെ ക്യാരക്ടർ എന്ന് ഞാനിപ്പോൾ പറയുന്നില്ല. പക്ഷേ നാട്ടുകാർക്ക് എല്ലാവർക്കും അവർ കല്യാണം കഴിച്ചാൽ കൊള്ളാം എന്നൊക്കെ ആഗ്രഹിക്കുന്നു. നാട്ടുകാരെല്ലാം കൂടെ നടത്തു വീഴുന്ന ഒരു കല്യാണമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് എൻ്റെ കഥയും എൻ്റെ ക്യാരക്ടറിൻ്റെ കഥയും അവർ ഈ നാഗേന്ദ്രനുമായിട്ട് ചേർന്ന് എന്തുകൊണ്ടാണ് അത് നടക്കുന്നതെന്ന് അത് കാണുമ്പോൾ മനസ്സിലാവും.
Okay. എനിക്ക് തോന്നുന്നു കനി മുന്നേ ഒരു സീരിയൽ ചെയ്തിട്ടുണ്ടാവുന്നില്ലേ, മഹാറാണി സീരീസ് ഒന്നല്ല, ഞാൻ ഓക്കെ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞിട്ട് ഹോട്ട്സ്റ്റാറിലാണ് ആദ്യമായിട്ട് ആക്ച്വലി ഞാൻ സീരീസ് ചെയ്യുന്നത്. അത് ഓക്കെ കമ്പ്യൂട്ടറാണ്. അതിന് എനിക്ക് ഫിലിം ഫെയറിന് ബെസ്റ്റ് കോമഡി ഫിലിം ഫെയർ അവാർഡ് കിട്ടിയിരുന്നു അന്ന്. 2020 ആണെന്ന് തോന്നുന്നു ആ വർഷം കിട്ടിയിരുന്നു. പിന്നെ സോണിയുടെ ചെയ്തിട്ടുണ്ട് മഹാറാണി, അതൊരു 3 സീസൺ ചെയ്തിട്ടുണ്ട്. പിന്നെ പോച്ചർ എന്ന് പറഞ്ഞിട്ട് ആമസോണിൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെ പിന്നെ തമിഴിലൊരു സീരീസ് ചെയ്തിട്ടുണ്ട്, അത് സീയിൽ വന്നിട്ടുണ്ട്. അപ്പം കുറേ സീരീസ് ചെയ്തിട്ടുണ്ട് ഞാൻ. നെറ്റ്ഫ്ലിക്സിൻ്റെയും കില്ലർ സൂപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം ഗ്രേസ് സീരീസിലേക്ക് വരുമ്പോൾ സിനിമയും എന്താണ് മെയിനായിട്ട് വ്യത്യാസം ഫീൽ ചെയ്തേക്കുന്നത്? സിനിമയും സീരീസും തമ്മിലുള്ള ഒരു വലിയ ഡിഫറൻസ്, കാരണം ചെയ്യുമ്പോൾ അത് അറിയാൻ പറ്റുമല്ലോ. ഇപ്പോൾ ഓരോ ഷോർട്ട് ഫിലിം ചെയ്യുന്ന പോലെയല്ല സിനിമ ചെയ്യുന്ന പോലെയല്ല സീരിയൽ ചെയ്യുന്നത്. സോ സീരീസും സിനിമയും തമ്മിലുള്ള മെയിൻ വ്യത്യാസം എന്തായിരുന്നു? അഭിനയിക്കുമ്പോൾ വ്യത്യാസമൊന്നും നമുക്ക് തോന്നത്തില്ല, എല്ലാം ചെയ്യുന്ന ഒരുപോലെ തന്നെയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ നമ്മൾ ഒരു സീരീസ് ചെയ്ത് കഴിഞ്ഞു, ഫസ്റ്റ് സീസൺ കഴിഞ്ഞു എന്ന് വിചാരിച്ചോ, സെക്കൻഡ് സീസൺ അത് ഹിറ്റായിട്ട് സെക്കൻഡ് സീസൺ വരികയാണെങ്കിലാണ് നമുക്ക് അതിലൊരു വ്യത്യാസം ഫീൽ ചെയ്യുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് നമ്മൾ വേറെ പടങ്ങൾ ചെയ്യുന്നു, ഒരു ഗ്യാപ്പ് വരുന്നു, വീണ്ടും ആ ക്യാരക്ടറിലേക്ക് വീണ്ടും കയറുന്നു. അപ്പോഴാണ് നമുക്ക് സിനിമയും സീരീസും തമ്മിലുള്ളൊരു വ്യത്യാസം അനുഭവിക്കാൻ പറ്റുക. എനിക്കിതുവരെ അനുഭവിക്കാൻ പറ്റിയിട്ടില്ല, എനിക്ക് അതിന് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ കനിയോട് ചോദിക്കുകയാണെങ്കിൽ കനി പറയുന്നത് പറഞ്ഞാൽ അതാണ് അതിൻ്റെ വ്യത്യാസം. സീസൺസ് വേറെ സെപ്പറേറ്റ് വരുമ്പോൾ കൂടുതൽ സീസൺ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിലൊരു വ്യത്യാസം. നമ്മൾ ഒരു കാര്യം ചെയ്ത് വെച്ച് തീർന്നു, സിനിമയിലൊക്കെ അഭിനയിച്ച് കഴിഞ്ഞു, പിന്നെ പോയിട്ട് പിന്നെ ഇത് ഉണ്ടാവുന്നില്ലെന്നോ വിചാരിക്കില്ലല്ലോ. അപ്പം വീണ്ടും നമ്മൾ തിരിച്ച് ഒരു വർഷം കഴിയുമ്പോഴോ മറ്റോ വന്നിട്ട് അതേ എവിടെയാണോ ആ കഥാപാത്രത്തിന്റെ ജീവിതം അത് തുടർന്ന് വീണ്ടും ജീവിക്കുന്നു. പിന്നെ അത് ഞാൻ ഈ മഹാറാണി 3 സീസൺ ചെയ്തിട്ടുള്ള മൂന്നാമതും അപ്പൊ നമ്മള് നമുക്ക് തന്നെ എനിക്ക് ഓക്കെ 2 നേരം എക്സ്ട്രാ ആയല്ലേ ആ ക്യാരക്ടർ വരാൻ നമുക്ക് തോന്നാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ ഒരു പടം ചെയ്തു കഴിഞ്ഞാൽ സെക്കൻഡ് പാർട്ട് വരുവാണെങ്കിൽ ഈ സെയിം ഫീൽ തന്നെയാണ്. അതെ, അതിന് നമ്മൾ സീരീസ് വിളിക്കുന്നത് മാത്രമേ ഉള്ളൂ വ്യത്യാസം, അല്ലാതെ ബാക്കി വ്യത്യാസങ്ങളൊന്നും. ഈ സീരീസിന്റെ ഡിസ്കഷൻ വളരെ സീരിയസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നു. ഓഹോ, ലൈറ്റ് ആയിട്ട് വേറെ എന്തോ ഉദ്ദേശിച്ചതാണോ? സീരീസിന് എന്ത് സ്നാക്കാണ് കിട്ടുന്നത്? നമ്മുടെ ബിഹൈൻഡ് വുഡ്സിന്റെ ഒരു ഇത് പ്രകാരം നമ്മൾ നല്ല ജോളിയായിട്ട് സാധാരണ എല്ലാവരും ഭയങ്കര ചിരിച്ച് കളിച്ച് എൻജോയ് ചെയ്ത് ഒരു ചെറിയൊരു സാധനം നമ്മുടെ ഞാൻ പറയുന്നു. ഇപ്പൊ 2 പേരും ഇവിടെ ഇപ്പൊ എന്താ നടക്കുന്നത്? എന്താ സംഭവിച്ചിവിടെ? നിർത്താൻ പറ്റുന്നില്ല, ചുവന്നു. ഈ പേര് ഒരു വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പേരായിരുന്നു. മൈത്രേയൻ എന്നുള്ള പേരാണെങ്കിൽ പോലും എല്ലാം വ്യത്യസ്തമായിട്ടുള്ള ഒരു പേരാണ്. സോ എന്താണ് ഈ കുസൃതി എന്ന് പറയുമ്പോൾ കുട്ടിക്കാലത്ത് കുസൃതി കാണിച്ച് അങ്ങനെ അച്ഛൻ ഇട്ട് തന്ന പേരാണോ, എങ്ങനെയാണ് അത് വരുന്നത്? എനിക്ക് ശരിക്കും സെക്കൻഡ് നെയിം ഉണ്ടായിരുന്നില്ല സ്കൂളിൽ ചേർക്കുമ്പോ. അത് ഞാൻ പറഞ്ഞിടത്ത് പറഞ്ഞിട്ടുണ്ട്, എന്നാലും പറയാണ്. കനിന്ന് മാത്രമേ പേരുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇങ്ങനെ കാസ്റ്റും റിലീജിയനും ഒന്നും വെക്കാൻ വീട്ടിൽ നിന്ന് താല്പര്യം ഇല്ലാത്തത് കൊണ്ട് സ്കൂളിൽ ചേർത്തപ്പോൾ ഇങ്ങനെ അമ്മ കുറച്ചു നേരം സംസാരിക്കേണ്ടി വന്നു. ശരിക്കും നമ്മളത് വെക്കാൻ നിർബന്ധം ഇല്ല ഇന്ത്യയിൽ, പക്ഷെ എന്നാലും അങ്ങനെ ഒരു ആരും ചെയ്യാത്തത് കൊണ്ടോ അല്ലെങ്കിൽ അതത്ര കോമൺ അല്ലാത്തത് കൊണ്ടോ ടീച്ചേഴ്സ് വെക്കണം അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷനിൽ ഇരുന്നവർ വെക്കണം എന്ന് പറഞ്ഞു. അപ്പൊ അമ്മ കുറേ സംസാരിച്ച് അവസാനം അവരത് സമ്മതിച്ചു, കാസ്റ്റ് റിലീജിയൻ വെക്കണ്ട. പിന്നെ അവർ സെക്കൻഡ് നെയിം വെക്കുമ്പോൾ അതുമില്ല. അപ്പൊ അവർ പറഞ്ഞു ഇത് പറ്റില്ല, കുട്ടിക്ക് സെക്കൻഡ് നെയിം വേണം. എന്നിട്ട് മൈത്രേയൻ അവർ വെക്കാൻ പോയി. അപ്പൊ എന്റെ അമ്മ പറഞ്ഞു അതൊന്നും പറ്റില്ല എന്ന് പറഞ്ഞിട്ട് എനിക്ക് അമ്മ അപ്പോഴേക്കും തളർന്ന വശയായി സംസാരിച്ചത്. കെ വെച്ചോ കെ എന്ന് പറഞ്ഞ് ശരിക്കും വെറുതെ ഇട്ടതാണ്. അങ്ങനെ ഞാൻ കനി കെ ആയിരുന്നു സ്കൂളിൽ. അപ്പൊ എല്ലാം ചെയ്യും എന്തുവാണ് കെ, തിരുവനന്തപുരത്ത് പഠിച്ചത്, കെ എന്തോന്നടേ. അപ്പൊ ഞാൻ കെ എന്താണോ എന്തോ എന്നൊക്കെ പറഞ്ഞ് എനിക്ക് 10th 12th ഒക്കെ ആകുമ്പോൾ നമ്മളത് എക്സ്പാൻഡ് ചെയ്യണം. അപ്പം ഞാൻ വീട്ടിൽ പോയിട്ട് ഇങ്ങനെ ചോദിച്ചു എന്താ. അപ്പം വീട്ടിൽ നിന്ന് എല്ലാവരും ഇതുപോലെ ലൈറ്റായിട്ട് ഓരോന്ന് നിനക്ക് പറ്റിയ പേര് കുണ്ടാമണ്ടി എന്നാണ്, നീ അത് ഇട്ടോ കനി കുണ്ടാമണ്ടി എന്നൊക്കെ പറഞ്ഞ് ഓരോ വൃത്തിയിട്ട പേര് എൻ്റെ അച്ഛനമ്മയും തന്നെ പറയുമായിരുന്നു. നിനക്ക് പറ്റിയത് പറ്റതാണ്, കള്ളി, നിന്റെ സ്വഭാവത്തിനനുസരിച്ച് കള്ളിക്കനി നിട്ടാ മതി എന്നൊക്കെ പറഞ്ഞു. കനിയുടെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടായിരുന്നു കെ ഭാവിയിൽ കേട്ടാ പോരാ അതിന്റെ വാൽ എന്തെങ്കിലും ചേർക്കണമെന്ന് ആഗ്രഹം? അന്ന് കൊച്ചിലെ ആ സമയത്ത് കളിക്കുന്നതിനുള്ള തിരക്കിനിടയിൽ ഇതൊന്നും ഞാൻ ശ്രദ്ധിച്ചില്ല. ഈ സമയം അപ്പം ഞാൻ വിചാരിച്ചു എനിക്കപ്പം നമ്മൾ ടീനേജ് ആണോ കുറച്ച് ചൊറിഞ്ഞു വരും ഇങ്ങനെയൊക്കെ ഓരോന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അച്ഛനോ മൈത്രേയൻ ചേച്ചിയോടൊക്കെ ദേഷ്യം വരുന്നുണ്ട്, എന്ത് പറയുന്നത്. അപ്പം ഞാൻ ശബ്ദധാരാവലി എടുത്ത് തുറന്ന് മനോഹരമായ കുറെ പേരുകൾ നോക്കി. കാമോലിനി മുഖർജിയുടെ നടിയില്ലേ, അപ്പൊ കാമോലിനി അത് മതി. കനി എന്ന് പറഞ്ഞാൽ താമര എന്നാണ് അർത്ഥം. അപ്പൊ ഞാൻ അത് വേണ്ട, കാരണം എന്റെ സ്വഭാവമായിട്ടൊരു ബന്ധം വേണ്ടേ. വലിയ നല്ല പേരെ കിട്ടി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെയല്ലേ ഇരിക്കുന്നു മിണ്ടാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നപ്പോ എനിക്കൊന്ന് മൈത്രേയൻ തന്നെ തമാശക്ക് ഇങ്ങനെ കുസൃതി നിട്ടോടി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയാം. അത് എന്റെ സ്വഭാവമായിട്ട് കുറച്ചൊരു ചേർച്ചയുണ്ട് എന്നൊക്കെ പറഞ്ഞ് അന്ന് പക്ഷെ അത്ര ആലോചിച്ചിട്ടില്ല. അപ്പം പോയിട്ട് ഇതുപോലെ എൻ്റെ വോട്ടർ ID യിലും നമ്മുടെ പാസ്പോർട്ടിലൊക്കെ കനി കുസൃതിന്നായി. പക്ഷെ കൂട്ടുകാർക്കൊന്നും അപ്പോഴും അറിയില്ല.
അറിയാവുന്ന അടുപ്പമുള്ളവരുണ്ട്, പക്ഷെ ആരും വിളിക്കാറില്ലല്ലോ. പക്ഷെ മലയാളികൾ ഇത് ഇങ്ങനെ പ്രൊനൗൺസ് ചെയ്യുമ്പോൾ ഇപ്പോൾ കാൻസ് ഫിലിം ഫെസ്റ്റിവലിൽ പോയ സമയത്തൊക്കെ അവരത് പ്രൊനൗൺസ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയായിരുന്നു അവർ അത് കറക്റ്റ് പക്ഷെ ഞാൻ തിയേറ്റർ പഠിച്ചതും ഫ്രാൻസിലാണ്. അപ്പൊ അപ്പോഴും എന്നെ അവിടെ ഇന്ത്യയിൽ അത്ര അല്ലെങ്കിലും പുറത്തെ രാജ്യങ്ങളിൽ എപ്പോഴും സെക്കൻഡ് നെയിമിലാണ് വിളിക്കുക. പലപ്പോഴും എന്തെങ്കിലും എവിടെയെങ്കിലും ചിലപ്പോഴൊക്കെ മിസ്കു ശ്രുതി എന്നൊക്കെ പറഞ്ഞ് വിളിക്കും. പണ്ട് ആദ്യമൊക്കെ കേൾക്കുമ്പോൾ ഞാൻ ആരോ ഞാനാണെന്ന് പറഞ്ഞ് ഞാൻ ചെല്ലുമായിരുന്നു. അത് അല്ല പിന്നെ എനിക്ക് തോന്നുന്നു ഈ സോഷ്യൽ മീഡിയ വരുന്നതിന് മുമ്പ് വരെ മാത്രമേ ഇതെന്റെ പേരല്ലാന്ന് എനിക്ക് പേപ്പറിലൊക്കെ ഉണ്ടെങ്കിലും എന്നെ ആരും വിളിക്കാത്തോണ്ട് ഞാൻ അതങ്ങനെ മനസ്സിലാക്കിയിരുന്നില്ല. ബാങ്കിലൊക്കെ പോകുമ്പോൾ അവിടത്തെ ആന്റിമാർക്ക് അറിയാം, മറ്റേ കുസൃത്തിക്കുട്ടി വന്നല്ലോ വരുമോ എന്നൊക്കെ പറഞ്ഞ് അവരോരോ കമന്റ് അടിക്കുമായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയ നമ്മൾ ഈ ഫുൾ പേര് എഴുതുന്ന കാരണം എല്ലാവരും അങ്ങനെ പറഞ്ഞ് എനിക്ക് ഓൾറെഡി ഇപ്പൊ എന്നെ അങ്ങനെ പറയുമ്പോൾ എനിക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ അതുകൊണ്ട് കാലിൽ ഇപ്പൊ പോയപ്പോഴല്ല, എനിക്ക് മുമ്പേ അങ്ങനെ ഇപ്പൊ എനിക്കൊന്നും ഇൻസ്റ്റാഗ്രാം ഒക്കെ വന്നതിന് ശേഷം എല്ലാവരും അങ്ങനെ വിളിക്കുന്നോണ്ട് എനിക്ക് ഞാനൊരു ഇറ്റ്സ് നോർമൽ. പക്ഷെ എനിക്ക് പറ്റിയത് അതാന്ന് തോന്നുന്നു, വേറെ കാമലിനൊക്കെ ഇട്ട് കഴിഞ്ഞാൽ സ്വഭാവം മാറ്റേണ്ടി. എനിക്കൊരു പുതിയ അറിവ് നോളജ്. നോളജ് എന്ന് പറയുമ്പോൾ എന്താ മനസ്സിൽ വരുന്നത്? എന്താ വരുന്നത് നോളജ് എന്ന് വരുമ്പോ? എന്റെ പേരിട്ടെന്റെ കഥ ഒരു നോളജ്. ആ കഥയല്ല, വേറൊരു കഥയിലേക്കാണ് ഞാൻ പോകുന്നത് നോളജിലൂടെ. യെസ്, യു ഗോട്ട് ദ പോയിന്റ് റൈറ്റ്. ഗ്രേസ് നമ്മള് പലർക്കും ഞാൻ എല്ലാം നോക്കും. ഫാൻ ബോയ് മൊമെന്റ്, ഫാൻ ഗേൾ മൊമെന്റ്, സോറി. ഇങ്ങനെ പോയ എവിടെ വരെ പോകുന്ന എനിക്ക് അറിയില്ല. ഈ ഒരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ടായിരുന്നു ഗ്രേസ്. അത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഓടിയിട്ടുണ്ടായി. അതിനകത്ത് എനിക്ക് തോന്നുന്നു ഗ്രേസിന്റെ കുട്ടിക്കാലം അവതരിപ്പിച്ച ഒരു കൊച്ചിന്റെ ഒരു ബർഗറൊക്കെ തിന്നുന്ന ഒരു കൊച്ചുണ്ട്. ഈ കൊച്ചിന്റെ കംപ്ലീറ്റ് ആറ്റിറ്റ്യൂഡും കൊച്ചു അഭിനയിക്കുന്നൊക്കെ കാണുമ്പോൾ ഗ്രേസിന്റെ മാനറിസം കാര്യങ്ങളും കുറച്ച് അതിനകത്ത് വന്നിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ ആക്ച്വലി വരുന്ന വഴിക്ക് അതിങ്ങനെ ഒന്നുകൂടെ റീവിസിറ്റ് ചെയ്തപ്പോൾ കറക്റ്റ് ഈ സാധനങ്ങൾ ഫീൽ ചെയ്തായിരുന്നു. അത് ആ കൊച്ചിനെ അങ്ങനെ ആ കുട്ടീനെ അങ്ങനെ പറഞ്ഞു പഠിപ്പിച്ചേക്കണം ആയിരുന്നോ? ഇല്ല, അവളെന്റെ അനിയത്തിയാ. അനിയത്തിയാണോ? ആക്ച്വലി എന്റെ മമ്മിയുടെ ബ്രദറിന്റെ കുട്ടിയാണ്, എന്റെ കസിൻ സിസ്റ്റർ അനിയത്തി. അപ്പം അവളെല്ലാം എന്ത് ചെയ്യുമ്പോഴും എന്നെ കണ്ടിട്ട് ചെയ്യുള്ളൂ. ചെറുപ്പത്തിലേ അങ്ങനെയാ, എന്നെ നോക്കിയിട്ട് നടക്കുള്ളൂ, ഞാൻ നടക്കണ പോലെ നടക്കുള്ളൂ, ഞാൻ അഭിനയിക്കുന്ന പോലെയൊക്കെ അഭിനയിക്കാൻ ശ്രമിക്കും. അപ്പൊ അതുകൊണ്ട് ഇമിറ്റേറ്റിംഗ് അവൾക്ക് ഉണ്ട്, കുഞ്ഞിലേ തൊട്ടേ സാധനം. അപ്പം ഞാൻ ഡ്രസ് ചെയ്യുന്ന പോലെയൊക്കെ ഡ്രസ് ചെയ്യാനൊക്കെ ശ്രമിക്കും. അപ്പം ഇപ്പൊ അങ്ങനെയല്ല, ഇപ്പൊ കുറച്ചുകൂടെ വലുതായി. ഇപ്പൊ കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് അവളുടെ റൂട്ടിലേക്കൊക്കെ പോകാൻ തുടങ്ങി. പക്ഷെ ഞാൻ ഷോർട്ട് ഫിലിം ചെയ്യുന്ന സമയത്തൊക്കെ ഞാൻ ചെയ്യുന്ന പോലെ കൂടുതലും ചെയ്യാനായിട്ട് ശ്രമിക്കും. അപ്പൊ മാനറിസം ലുക്ക് എല്ലാം എന്റെ പോലെ തന്നെയാ. ഒരു ഡിഫറെന്റ് സബ്ജക്റ്റും ആയിരുന്നു അത്. അപ്പൊ അങ്ങനത്തെ സിനിമകളാണ് ഇപ്പൊ ആക്ച്വലി പലർക്കും പുതിയൊരു അറിവായിരിക്കും ഗ്രേസ് ആന്റണി ഡയറക്ടർ ആണ് എന്നുള്ളത്. സോ ഇത് താല്പര്യമില്ലാതെ വെറുതെ പോയി ചെയ്ത പോലെ ഉണ്ടല്ലോ അല്ല? ഇൻട്രസ്റ്റഡ് തന്നെയല്ലേ? ഇൻട്രസ്റ്റഡ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് അങ്ങനെ വെറുതെ ഇരുന്നപ്പോ, കോവിഡിന്റെ സമയത്ത് വെറുതെ ഇരുന്നപ്പോഴത്തേക്കും ഞാനിങ്ങനെ എഴുതുന്ന കൂട്ടത്തിൽ എഴുതി വെച്ചിരുന്ന ഒരു സബ്ജക്റ്റ് ആയിരുന്നു അത്. അപ്പോൾ ഇങ്ങനെ സുഹൃത്തുക്കളോട് സബ്ജക്റ്റ് പറഞ്ഞപ്പോൾ ഇതെന്നാ ചെയ്താലോ എന്ന് ചോദിച്ചു. കാരണം വളരെ കുറച്ച് സൗകര്യങ്ങൾ മതി, ലൊക്കേഷനൊക്കെ ചെറുത് മതി. അപ്പം അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയതാ. ചെയ്ത് വന്നപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി. പിന്നെ പിള്ളേരെ വെച്ച് ചെയ്യുമ്പോൾ നമ്മൾ നല്ലോണം ക്ഷമ വേണം. വെറുതെ അങ്ങനെ ചെയ്യാൻ വലിയ ആൾക്കാരെ ഒരിക്കലും ഷൗട്ട് ചെയ്യാൻ പാടില്ല. നമ്മൾ കിഡ്സിനെ വെച്ച് ഷൂട്ട് ചെയ്യുമ്പോൾ അവരെ നമ്മൾ മാക്സിമം ആക്ച്വലി 3 ദിവസത്തെ ഷൂട്ടാണത്. സമയം എടുത്തിട്ടാണെങ്കിൽ പോലും ഞാനൊരു 1 വീക്ക് ബിഫോർ തന്നെ ഇവരെ എല്ലാം പ്രാക്ടീസ് ചെയ്ത് ഡയലോഗ്സ് എല്ലാം പഠിപ്പിച്ച് റിഹേഴ്സൽ എല്ലാം ചെയ്തിട്ടാണ് ഞാൻ ഷൂട്ട് ചെയ്യാനായിട്ട് പോയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഡയലോഗ്സ് എല്ലാം അറിയാം. ലൊക്കേഷനിൽ വന്നിട്ട് അവർക്ക് അങ്ങനെ ഒരു ഷൂട്ടിംഗ് ഫീൽ ഇല്ല. ഞാനൊരു സ്ഥലത്ത് ക്യാമറ വെച്ചിട്ട് ഇവരോട് റെക്കോർഡ് ചെയ്യാനേ പറയത്തുള്ളൂ. അവരെ ശരിക്കും റിഹേഴ്സൽ ചെയ്യിപ്പിക്കണ പോലെ തന്നെ ചെയ്യിപ്പിക്കത്തേ ഉള്ളൂ. അപ്പൊ അവരുടെ വിചാരം അതെന്ത് നോർമലായിട്ട് നടക്കുക എന്നുള്ളതാണ്. അതായത് കൂടുതൽ ക്യാരക്ടേഴ്സ് ഒക്കെ ഗ്രേസ് ചെയ്തേക്കുന്നത് എനിക്ക് ഹൗസ് വൈഫ് ക്യാരക്ടർ ഒരുപാട് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. കൂടുതൽ കമ്പാരിറ്റീവ്ലി അതായിരിക്കും വന്നേക്കണേന്ന് തോന്നുന്നു. സോ എനിക്ക് അതിനകത്ത് തന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ് കനകം കാമിനി കലഹം എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് ഗ്രേസിന്റെ ക്യാരക്ടർ വളരെ നല്ല സട്ടിലായിട്ട് നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ടായി. സോ എപ്പോഴെങ്കിലും ഒരു റൊമാൻറ്റിക് ഒരു പാട്ടോട് കൂടി അല്ലെങ്കിൽ മരം ചുറ്റി പ്രേമോ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, പക്ക ഒരു റൊമാൻറ്റിക് സാധനം ചെയ്യണം, അങ്ങനത്തെ എന്തെങ്കിലും ക്യാരക്ടേഴ്സ് വരണമെന്ന് അല്ലെങ്കിൽ ഇന്ന ക്യാരക്ടർ കിട്ടിയാൽ നന്നായിരുന്നു അങ്ങനെ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? റൊമാൻറ്റിക് പ്രേമത്തിൽ എന്താ ചെയ്യാനുള്ളതെന്നുള്ളതനുസരിച്ചിരിക്കും. ഇപ്പൊ നല്ലൊരു ക്യാരക്ടറാണ്, അതിലൊരു ലവ് സോങ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനത് വില്ലിംഗ് ആണ് ചെയ്യാനായിട്ട്. അല്ലാതെ വെറുതെ പ്രേമിക്കുക, വെറുതെ മറഞ്ഞു ചുറ്റി പ്രേമിക്കുക എന്ന് പറയുന്നതിനോട് അങ്ങനത്തെ ഒരുപാട് ഓഫറുകൾ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിലൊന്നും എനിക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല എന്നുള്ളത് കൊണ്ട് ഇപ്പൊ ചോദിക്കും എന്തുകൊണ്ട് ഞാൻ എന്ന് ചോദിക്കുമ്പോൾ അവരെനിക്ക് തരുന്ന ആ മറുപടിയിൽ ഞാൻ കൺവിൻസ്ഡ് ആണെങ്കിൽ
ആ മരം ചുറ്റി പ്രേമത്തിന് ഞാൻ റെഡിയാണ്. പക്ഷെ അതല്ല വെറുതെ ഒരു സോങ്ങും അല്ലെങ്കിൽ വെറുതെ ഒരു നായകന് നായികയാവാനാണെങ്കിൽ എനിക്കെന്തോ ഞാൻ ഹാപ്പി അല്ല അതില്. അപ്പൊ എനിക്ക് അവിടെ നിന്ന് വർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അവരോട് വളരെ ജെന്യുവൻ ആയിട്ട് പറയും ഇതാണ് റീസൺ, എനിക്ക് എന്നെ അവിടെ അങ്ങനെ കാണാൻ പറ്റുന്നില്ല. ഇതേ ക്വസ്റ്റ്യൻ തന്നെ കനിയിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ കനി കൂടുതലും കനി ഒരിക്കലും മരം ചുറ്റി പ്രേമത്തിൽ കനി മരം ചുറ്റി പ്രേമം നടത്തുകയാണെങ്കിൽ ആ മരം അവിടെ നിന്ന് മരിക്കും. ഇടിമിന്നലൊക്കെ ആയിട്ട് മരിക്കണ മരമില്ലേ? കൂടുതലും ആക്ച്വലി മരം ചുറ്റി പ്രേമൊക്കെ ഇപ്പോഴത്തെ സിനിമകളിലുണ്ടോ? കൊമേഴ്ഷ്യൽ പടങ്ങളിൽ അങ്ങനെ കനി ചെയ്തതായിട്ട് ഞാൻ കണ്ടിട്ടുള്ള. അല്ല, അത് വരാത്തോണ്ട് ചെയ്യാത്തതാണ്. പക്ഷെ മരം ചുറ്റി പ്രേമം പോലത്തെ ഒരു രീതിയിലെ പ്രേമൊക്കെ ഇപ്പൊ കാണിക്കുന്നുണ്ടോ? അതായത് ഞാൻ ഉദ്ദേശിക്കുന്നത് ചിലപ്പം ഒരു പ്രണയം എപ്പോഴും പൈങ്കിളിയാണ്. അതിപ്പോ അതായത് സിനിമകൾ കാണിക്കുന്ന സമയത്ത് പല സമയത്തും പൈങ്കിളിത്തരമായിട്ടുള്ള പല സാധനങ്ങളും കാണിക്കാറുണ്ട്. സോ അതൊരു ഒരു ഇതായിട്ട് മരം ചുറ്റി പ്രേമം എന്ന രീതിയിൽ പറഞ്ഞു എന്നുള്ളൂ. ഓക്കെ, ഒരു ഇങ്ങനെ അങ്ങനെ ഒരു ലവ് സ്റ്റോറിയിലെ പോലെ എനിക്ക് തോന്നുന്നു. അങ്ങനെ ഒന്നാമത് 25 വയസ്സിന് മേളില് ഉള്ള അവരുടെ പ്രേമൊന്നും കാണിക്കുന്നത് ഞാൻ കാണാറില്ല. വളരെ ആണുങ്ങള് പെണ്ണുങ്ങൾ 25 വയസ്സിന് മേളിൽ പ്രേമിക്കുന്നത് ഞാൻ മലയാള സിനിമയിൽ അധികം കണ്ടിട്ടില്ല. അതായത് കൊമേഴ്ഷ്യൽ പടങ്ങളിലോ അങ്ങനത്തെ രീതിയിൽ ഒരു ഭയങ്കര ബോൾഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് കൂടുതലും ചെയ്ത് കണ്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ എന്താ ഇനി അത് കൊമേഴ്ഷ്യൽ സിനിമ ഏതാണ് ഈ ബോൾഡ് ക്യാരക്ടർ എല്ലാം എനിക്കറിയാം. അല്ല അങ്ങനെയല്ല, അതായത് ഭയങ്കര ഇപ്പോൾ ബിരിയാണി പോലെയുള്ള സിനിമകൾ ഇപ്പോൾ ലാസ്റ്റ് ചെയ്ത സിനിമ ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ആ ക്യാരക്ടേഴ്സ് ഒക്കെ നല്ല രീതിയിൽ എല്ലാവരും അല്ല, ബിരിയാണി മാത്രല്ല ഇപ്പൊ പറഞ്ഞു നിന്ന ഒരെണ്ണം, അതല്ലാതെ ഏതാ പറയുന്നത് ചോദിച്ചത്. ഞാൻ മലയാള സിനിമയിൽ അധികം നീണ്ടു നിൽക്കുന്ന അല്ലെങ്കിൽ ഒരു ലീഡായിട്ടുള്ള ക്യാരക്ടർ അധികം ചെയ്തിട്ടില്ല. ഞാൻ ഒന്ന് ചെയ്തിട്ടുള്ളത് കേരള കഫേയിൽ ഒരുക്കതാണ്, പിന്നെ ഒരെണ്ണം കോക്ടെയിലാണ്, പിന്നെ ഒരെണ്ണം ഷിക്കാറാണ്. ഇതൊക്കെ പലതരത്തിലുള്ള കഥാപാത്രങ്ങളാണ്. ഇതെല്ലാം കൊമേഴ്ഷ്യൽ സിനിമകളുമാണ്. അപ്പം എന്താ ചോദ്യം? എന്താ ബോൾഡ് എന്ന് പറയുമ്പോൾ ഇതൊന്നും ഞാൻ ചോദിക്കുന്നത്, അതായത് ഒരു ഇതേപോലെ തന്നെ ഒരു പ്രണയിനിയായിട്ട് ഭയങ്കര പാട്ടുകളും കാര്യങ്ങളൊക്കെ. അപ്പൊ നമ്മൾ ഇതൊന്നും ചെയ്യണ ഇഷ്ടപ്പെടാഞ്ഞിട്ടാണോ ഇനി അതിൽ വരണം എന്ന് പറയുന്നത്? അല്ല, ഒരിക്കലും എന്നിട്ട് 25 വയസ്സിന് മേളിലുള്ള പ്രേമിക്കുന്ന കഥ തന്നെ ഞാൻ അധികം കണ്ടിട്ടില്ല. കണ്ടിട്ടുണ്ടോ? അതായത് ഇനി ഏതെങ്കിലും നടിയുടെ പ്രായം ചിലപ്പോൾ 25 വയസ്സിന് മേളിലാണെങ്കിലും ആ കഥാപാത്ര സിനിമകളാണ് എന്ന് പറയുമ്പോൾ സോൾട്ടാൻ പെപ്പർ പോലെയുള്ള സിനിമകൾ എന്ന് പറയുമ്പോൾ എത്ര സിനിമകൾ അങ്ങനെ വന്നിട്ടുണ്ടെന്ന് എനിക്ക് അറിയില്ല. സോൾട്ടാൻ പെപ്പർ ശ്വേതശീഷിയുടെ ഉള്ളതല്ലാതെ എത്ര സിനിമകൾ വരുന്നു ഒരു വർഷം അങ്ങനെയെന്ന് ഞാൻ ചോദിക്കാം. അങ്ങനെ എഴുതാറ് തന്നെ ഇല്ലല്ലോ, എഴുതിയായിട്ട് വേണ്ടേ? പിന്നെ ഇവിടുത്തെ ആ പ്രായത്തിലുള്ള നടിമാർ ഒരുപാട് പേരുണ്ടാവും. അവരിലോട്ട് ചെന്നിട്ട് ചിലപ്പോൾ എൻ്റെ അടുത്ത് വന്നാൽ ഞാൻ ചെയ്യാം. പക്ഷെ ഞാൻ കഥാപാത്രങ്ങൾ തന്നെ അങ്ങനെ കണ്ടിട്ടില്ല. 25 വയസ്സിന് താഴെയുള്ളവരുടെ കേസ് പറഞ്ഞല്ലോ. സോ അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് ചെയ്യാനോ എനിക്ക് ഈ പ്രായത്തിൽ 25 വയസ്സിന് താഴെ പോകാനോ ആഗ്രഹമുണ്ട്. തരുമോ നടത്തില്ല. ഞാൻ അതുപോലും പെണ്ണുങ്ങളൊക്കെ ഇതുവരെ കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഇപ്പൊ രൺവീർ സിംഗ് ഇപ്പം എനിക്കൊന്ന് എൻ്റെ ഏജുള്ള ആളാണെന്ന് 3-4 വർഷം മുമ്പ് ഗള്ളി ബോയിൽ ഒരു 20 ഇയർ ഓൾഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ആണുങ്ങൾ പോലും ആകപ്പാടെ വിരലിലുണ്ടാവുന്ന ആണുങ്ങൾക്ക് മാത്രമാണ് ആ ഒരു അവസരം കിട്ടി ഞാൻ കണ്ടിട്ടുള്ളത്. അതായത് അവരുടെ പ്രായത്തിൽ നിന്നും 20 വയസ്സും താഴെ. സ്ത്രീകൾക്ക് അഗെയിൻ എനിക്ക് ഇതുവരെ അറിയില്ല ഒരു നടിക്ക് എത്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ 40 വയസ്സോ അല്ലെങ്കിൽ 35 വയസ്സുള്ള ഒരാൾ 20 വയസ്സ് ചെയ്യുന്ന. എനിക്ക് തോന്നുന്നു ദർശനയും ശാന്തിയായിരിക്കും ചിലപ്പോൾ കുറച്ചെങ്കിലും അങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇതേപോലെ സോൾട്ട് ആൻഡ് പെപ്പർ, പിന്നെ വരനെ ആവശ്യമുണ്ട്, അങ്ങനെ 2-3 സിനിമകൾ മാത്രമേ ചിലപ്പോൾ ഇങ്ങനത്തെ ഒരു സംഭവം. അതെ, ഇൻഫാക്ട് ഇന്നാൾക്ക് കുറെ ഇന്റർവ്യൂവിൽ കുറെ പേര് ചോദിക്കായിരുന്നു ഇങ്ങനെ സ്ത്രീകളുടെ കഥാപാത്രം അധികം ഇപ്പൊ ഇല്ലേ എന്നൊക്കെ എന്തോ ഒരു സംസാരം ഉണ്ടായതിന്റെ ഭാഗമായിട്ട് ചോദിക്കുമ്പോൾ സ്ത്രീകളുടെ കഥാപാത്രം മാത്രമല്ല, എല്ലാ ഏജ് ഗ്രൂപ്പ് തന്നെ വരാറില്ല. പിന്നെയാണ് സ്ത്രീ കഥാപാത്രങ്ങൾ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ലീഡായിട്ട് പറയാനാണെങ്കിൽ എല്ലാ കഥാപാത്രങ്ങളും ഒരു കഥയിൽ ഉണ്ടാവും, കഥയ്ക്ക് ആവശ്യമായതായിരിക്കും അത്. പക്ഷെ നമ്മൾ കഥ എഴുതാനിരിക്കുന്ന ഒരാള് എപ്പോഴും ഒരു സർട്ടൻ ഏജ് ഗ്രൂപ്പിലുള്ള ലീഡ് ക്യാരക്ടേഴ്സ് ആണ് എപ്പോഴും വരുന്നത്. അതേസമയം നമുക്ക് 80 വയസ്സായ മനുഷ്യർ ഇവിടെ ജീവിക്കുന്നുണ്ട്, 70 വയസ്സായ മനുഷ്യർ. ഇപ്പം മോഹൻലാൽ സാറിന് എനിക്ക് തോന്നുന്നു പ്രണയമോ അങ്ങനെ പ്രായം, പ്രണയം എന്നാണോ സിനിമയുടെ പേരെന്ന് എനിക്ക് ഓർമ്മയില്ല, വയസ്സായ 2 പേരുടെ ഒരു കഥ, അങ്ങനെ ചില കഥകൾ വരാറുണ്ട്. പക്ഷെ പലപ്പോഴും അതേസമയം നമ്മൾ ഹോളിവുഡ് സിനിമകളൊക്കെ കാണുമ്പം 40 വയസ്സിന് മേളിലുള്ളവർ ഒക്കെ ലീഡ് ആയിട്ടുള്ളവരായിരിക്കും. 45 വയസ്സിന് മേളിൽ, 50 വയസ്സിന് മേളിലുള്ള, 55 വയസ്സിന് മേളിലുള്ളവരൊക്കെ ലീഡായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. കൊമേഴ്സ്യൽ സിനിമകളാണ്, ലോകം മുഴുവൻ തിയേറ്ററുകൾ കാണുന്നതാണ്, ഹിറ്റാവുന്ന സിനിമകളാണ്. അതിനകത്തെ നായകനോ നായികയോ 20-25 വയസ്സിന് ഇടയ്ക്കിരിക്കേണ്ട ആവശ്യമോ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഏജ് ഗ്രൂപ്പ് ഇരിക്കേണ്ട ആവശ്യമുള്ളതായിട്ട് തോന്നിയിട്ടില്ല. പക്ഷേ ഇവിടെ എനിക്ക് ഇന്ത്യയിലൊക്കെ പലപ്പോഴും എനിക്ക് ആണുങ്ങൾ സ്റ്റാറായിട്ടുള്ള ആളുകൾക്കാണ് കുറച്ചും കൂടെ ആ ഒരു അവസരം കിട്ടുന്നത്. സ്ത്രീകൾ സ്റ്റാറുകളായവർ അങ്ങനെ ഒരു 20 വയസ്സിലേക്കാവുന്നൊക്കെ വളരെ റെയറായിട്ട് ഞാൻ അഭിനയിക്കാൻ തന്നെ അങ്ങനെ ഒരു അവസരം, അല്ലെങ്കിൽ അവർക്ക് ആ ഒരു അവരുടെ രൂപം അപ്പം അതനുസരിച്ച് ഡയറ്റ് ചെയ്ത് മാറ്റുമൊക്കെ വേണമല്ലോ. അങ്ങനെ പെട്ടെന്ന് നമുക്ക് പോയിട്ട് ചെയ്യാൻ പറ്റണമെന്നില്ല. വാലിബനിൽ ഡബിംഗ് ആർട്ടിസ്റ്റ്
ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയി ചോദ്യത്തിൽ. ആരും എന്നോട് ഈ ചോദ്യം ചോദിച്ചിട്ടില്ല. താങ്ക് യു സോ മച്ച്. ഓക്കെ. അപ്പം എന്തായിരുന്നു വാലിബലിലെ ഡബ്ബിങ്? വാലിബലിലെ ഡബ്ബിങ് ഇതുപോലെ സർപ്രൈസ്ഡ് ആയിട്ട് എനിക്കൊരു കോള് വന്നതാണ്. ഞാൻ ഇതുവരെ മറ്റൊരാൾക്ക് ഡബ് ചെയ്തിട്ടില്ല. ഡബ് ചെയ്യാൻ വിളിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഡബ് ചെയ്യാൻ ഞാനോ, ഇനി നമ്പർ മാറി വല്ലതും പോയിട്ടാണോ എന്നെ വിളിക്കുന്നത്? അപ്പോൾ അല്ല, ലിജോ ചേട്ടൻ ഇങ്ങനെ ചോദിച്ചു ഡബ് ചെയ്യാമോ, ഒന്ന് വന്ന് നോക്കാമോ എന്ന് വിചാരിച്ചു. ഞാൻ ചെന്നു തമിഴാണ് ഡബ് ചെയ്യേണ്ടത്. അപ്പോൾ തമിഴ് എന്ന് പറഞ്ഞാൽ ഞാനൊരു തമിഴ് മൂവി ചെയ്തിട്ടിരിക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് തമിഴ് കുറച്ച് ഫെമിലിയർ ആണ്. എന്നുവെച്ചാൽ ഭയങ്കര തമിഴ് അറിയാമെന്നല്ല, എന്നാലും എനിക്ക് തമിഴ് വശം ഉണ്ട് ചെറുതായിട്ട്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ അവർക്ക് വോയിസ് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ എൻ്റെ ഈ വോയിസേ അല്ല അവിടെ കൊടുക്കേണ്ടത്, വേറൊരു സാധനമാണ് അവർക്ക് വേണ്ടത്. ഭയങ്കര ഫണ്ണായിരുന്നു. 3 ദിവസം കൊണ്ട് പരിപാടി പെട്ടെന്ന് തീർത്തു. തമിഴ് എനിക്ക് ആദ്യത്തെ എക്സ്പീരിയൻസ്. കാരണം ഞാൻ ചെയ്ത പടത്തിൻ്റെ ഡബ് പോലും ഞാൻ ചെയ്തിട്ടില്ല. അതിനു മുമ്പാണ് ഞാൻ തമിഴ് ഇത് ചെയ്യുന്നത്. അപ്പോൾ എനിക്കതൊരു ഭയങ്കര രസമായിരുന്നു. ലിജോ ചേട്ടൻ ഒരു ദിവസം വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ചിരുന്നാണ് അത് ചെയ്തത്. ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം മൊത്തത്തിൽ വോയിസ് മാറ്റി വേറൊരാൾക്ക് ഡബ് ചെയ്യുക എന്ന് പറയുന്നത്, എനിക്ക് ലാൽ സാറിൻ്റെ കൂടെ അഭിനയിക്കാൻ പറ്റിയിട്ടില്ല, പക്ഷെ എൻ്റെ ശബ്ദം ലാൽ സാറിൻ്റെ കൂടെ അഭിനയിച്ചു. ഞാൻ ആക്ച്വലി അത് കേട്ടിരുന്നു. കാരണം എൻ്റെ സൗണ്ട് ടെസ്റ്റ്, ഈ ക്യാരക്ടറിനല്ല വേറൊരു ക്യാരക്ടറിന് സൗണ്ട് ടെസ്റ്റ് ചെയ്യാൻ വിളിച്ചിരുന്നു. അപ്പം എനിക്കൊന്ന് ഗ്രേസ് ചെയ്തത് കേൾപ്പിച്ചിരുന്നു. ഞാൻ ചോദിച്ചിരുന്നു, എനിക്ക് ശരിക്കും ഗ്രേസിന് ശബ്ദമേ കേൾക്കാൻ പറ്റുന്നില്ല. ചേച്ചി എൻ്റെ ദൈവം എന്ത് അടിപൊളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത് അറിയാം. ഒന്നാമത്തെ ആർട്ടിസ്റ്റ് മലയാളിയല്ല, അത് ഭയങ്കര പാടാണ് അങ്ങനെ ഡബ് ചെയ്യാൻ. അവർ വേറെ രീതിയിൽ പറഞ്ഞിരിക്കുന്നത്. ഞാൻ പിന്നെ ചോദിച്ചു ഇത് ഗ്രേസ് ആണോ എന്ന് വെച്ചാൽ എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല. അത് എത്ര പേർക്ക് ഇപ്പോഴും അറിയുമെന്നറിയില്ല, സിനിമ കണ്ടവർക്ക് അറിയോന്നറിയില്ല. കാരണം അവർക്ക് മലയാളം വശമേ ഇല്ല ഡബ് ചെയ്യുമ്പോൾ. അപ്പൊ എനിക്ക് മനസ്സിലായി ഡബിങ് ആർട്ടിസ്റ്റ് എത്ര ബുദ്ധിമുട്ടുന്നുണ്ടെന്നാണ് എനിക്ക് അപ്പോഴാണ് മനസ്സിലായത്. കാരണം മലയാളം ഞാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞ ഡയലോഗ് ഞാൻ പോയി ഇട്ട് വരാം എന്നാണ് അവർ പറയുന്നത്. നമ്മൾ എത്ര വലിച്ചു പിടിച്ചാലും ആ കറക്റ്റ് സാധനത്തിലേക്ക് വന്ന് വീഴാനായിട്ട് ഭയങ്കര പ്രയാസമാണ്. അപ്പോൾ അതും മലയാളമല്ല, തമിഴ് വേണം പറയാനായിട്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് പാടുപെട്ടിട്ടാണെങ്കിൽ എനിക്കത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. കാരണം പുതിയൊരു സംഭവമാണല്ലോ ചെയ്യുന്നത്. അതും സൗണ്ട് മാറ്റി വേറൊരാളുടെ ക്യാരക്ടറായിട്ട് അത് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര റിസ്ക് ആണ്. കാരണം അതൊരു മാറിക്കഴിഞ്ഞാൽ നമ്മുടെ നോർമൽ ശബ്ദത്തിലേക്ക് തിരിച്ചു വരും. അപ്പൊ അത് ഭയങ്കര രസമായിട്ട് തോന്നി. വേറെ ഏതെങ്കിലും ഇനിയിപ്പോ വരാനെന്തെങ്കിലും ഡബ് അത് ഞാൻ ആദ്യം ചെയ്ത, ഇപ്പോഴും കുറെ പേർക്ക് അറിയില്ല ഞാനത് ഡബ് ചെയ്തെന്നുള്ള കുറെ പേർക്ക് അറിയില്ല. അപ്പം അറിയില്ല, ചിലപ്പം നല്ലതൊക്കെ വന്നാൽ ചെയ്യുമായിരിക്കും. ഓക്കെ. സോ സമയം അതിക്രമിച്ചിരിക്കുന്നു. സോ ഒരുപാട് സന്തോഷമുണ്ട് നാഗേന്ദ്രൻ. സോ ഒരുപാട് സന്തോഷം. നാഗേന്ദ്രൻസ് ഹണിമൂൺ ഇറങ്ങി ഈ മാസം റിലീസ് ആവുന്നുണ്ട്. സോ അത് ഇറങ്ങി വലിയൊരു ഹിറ്റ് ആവട്ടെ. ഒരുപാട് അപ്ലോസ് ആൻഡ് ഒരുപാട് അവാർഡുകളും മേ ബി ഇതിലൂടെ വന്നു ചേരട്ടെ. ഓക്കെ. അവാർഡ്സ് എന്ന് പറയുമ്പോ ഇരിക്കട്ടെ എന്തായാലും. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഉയർന്ന ശമ്പളത്തോടുകൂടി മെഡിക്കൽ IT രംഗത്ത് ജോലി നേടിയാലോ? ഇത് മെഡിക്കൽ സ്ക്രൈബിംഗിന്റെ കാലം. മറക്കണ്ട, ലൂമിനിസ്. Taste the Daily.